രസമുരയാമാത്തോഴൻ ബദറും നീര് ഹലോ ഗായ്സ്, വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണെന്നറിയാം യാത്ര പോകുന്നത്? ഇന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്യയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണിത്. പക്ഷേ ഇതൊരു ബിഗ് ഐക്യയാണ് കേട്ടോ. ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഒരു ബിഗ് ഐക്യയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ പിന്നെ അറിയാലോ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴികളിലൂടെയുള്ള ചെറിയ കൊച്ചു കൊച്ചു കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഐക്യ ഷോപ്പിംഗ് വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും ഐക്യ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഒരുപാട് മാളുകൾ, ഒരുപാട് വലിയ വലിയ ഷോപ്പുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഫെസ്റ്റിവൽ സിറ്റി. ഈ ഫെസ്റ്റിവൽ സിറ്റീൻ്റെ ഒരു മാള് മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ് ഈ ഐക്യ ഉള്ളത്. ഈ ഐക്യ കൂടാണ്ട് ഇഷ്ടംപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു മാളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഫെസ്റ്റിവൽ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പിന്നെ പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിപ്പോൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഐക്യാണ് കേട്ടോ. ഒക്കെ എല്ലാ സംഭവവും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കൊരു ഫുള്ള് കിച്ചൺ സെറ്റാണ് വേണ്ടതെങ്കിൽ കിച്ചൺ അങ്ങനെ തന്നെ വാങ്ങി നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതേപോലെ ബാത്റൂം സെറ്റ് അങ്ങനെ, ബെഡ്റൂം സെറ്റ് അങ്ങനെ, ഡൈനിങ് റൂം സെറ്റ് അങ്ങനെ, ലിവിങ് റൂം സെറ്റ് അങ്ങനെ, ഡ്രോയിങ് റൂം സെറ്റ് അങ്ങനെ,
അങ്ങനെ വേണ്ട, നിങ്ങളെ കിഡ്സ് ഐറ്റംസ് വെക്കുന്ന സെറ്റ് അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്യുകയേ വേണ്ടൂ. എല്ലാ സാധനവും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രൻസ്, ഐക്യയിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ. അപ്പം മുകൾ ഏരിയയിലാണ് ഞാൻ പറഞ്ഞ ഈ ഐറ്റംസൊക്കെ ഉള്ളത്. ഈ ബെഡ്റൂം അങ്ങനെയുള്ള സെറ്റൊക്കെ ഉള്ളത് ഈ മുകളിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ റേറ്റ് കുറഞ്ഞ ഐറ്റംസ്, റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായ നിരക്കിലേ ഇവിടെ ഉള്ളൂ. സാധനങ്ങൾക്കൊക്കെ റേറ്റ് മിതമായ നിരക്കിലേ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വെറൈറ്റി ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് 895 കേട്ടോ. ഈ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന വാട്ടർ ബോട്ടിലിൻ്റെ റേറ്റ് 895. അങ്ങനെ ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഇനിയിപ്പോൾ ഡൈനിങ് റൂമിൻ്റെ സെറ്റ് അടക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ഷീറ്റിന് അത് വേറെ തന്നെ ആയിരിക്കും കേട്ടോ റേറ്റ്. കണ്ടില്ലേ, 19 ദിർഹാണ് കേട്ടോ ഇതിന്, ടേബിൾ മാറ്റിന്. അപ്പോൾ നമ്മൾക്കിതാ ഇതുപോലെയുള്ള സെറ്റാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ വാങ്ങാൻ വേണ്ടി പറ്റാം. ബോർഡല്ലേ തന്നെ പിള്ളേർക്ക് ഇതാണ്. ചില കുറച്ച് ഐറ്റംസിന് ഓഫറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, സെയിലായിട്ട് വെച്ചിട്ടുണ്ട്. കൂടുതലും ഈ ബുക്ക് ഷെൽഫ്സൊക്കെ ഇല്ലേ, അതിനൊക്കെ ഓഫറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കടി 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 ചക്കടി. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ കാലമൊക്കെ അല്ലേ വരുന്നത്, സീസണല്ലേ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റൂ കേട്ടോ. ബെഡ്റൂമൊക്കെ സെറ്റാക്കിയിട്ടുള്ള ക്രിസ്മസിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടേബിളാണ് കേട്ടോ, പലതരം റേറ്റിലുള്ള ടേബിളും ചെയറും ഒക്കെ ഉണ്ടാവും. ചെറിയ റേറ്റിനൊക്കെ ഉള്ള എല്ലാ റേറ്റിനുള്ള ടേബിളും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടി പറ്റും. വീഡിയോ എടുക്കൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജനങ്ങൾ, കാരണം വീക്കെൻഡ് ആയതുകൊണ്ട്, പ്രത്യേകിച്ചിട്ട് ഇവിടെ സീസണൊക്കെ അല്ലേ, ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വിദേശികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പം മാക്സിമം ആൾക്കാരെ കാണിക്കാതെ വേണ്ടേ, എല്ലാവരെയും ക്യാമറയിലേക്ക് അവർക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ അറിയില്ലല്ലോ നമ്മൾക്ക്. അതുകൊണ്ട് അവരൊന്നും ഇല്ലാത്തൊരു ടൈമിൽ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതൊക്കെ 49 ആണ് കേട്ടോ. ഈ പാനിന് 49ൻ്റെ പാനാണ്. നല്ല കനമൊക്കെ ഉണ്ട്, മോശമില്ലാന്ന് തോന്നുന്നു, ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. 49 ദിർഹാണെങ്കിലും ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റാണ്. ഇത് നമ്മൾ ചൂടുള്ള സാധനമൊക്കെ വെക്കൂലേ ടേബിളിൻ്റെ മുകളിൽ, അപ്പോൾ വെക്കുന്ന ഒരു സാധനമാണ്.
അപ്പോൾ ഇതിനൊക്കെ റേറ്റ് കണ്ടില്ലേ 25 ദിർഹമാണ് കേട്ടോ. ഈ 4 ബോക്സിന് 25 ആണെന്ന് തോന്നുന്നു. 4 ബോക്സിന് ഇത് 15 ദിർഹം, 19 ദിർഹം ഇല്ലത് 15 ദിർഹത്തിന് തരുന്നതാണ് കേട്ടോ 4 ബോക്സിന്. ഇത് അമ്മയും കുഞ്ഞോട് കൂടിയിട്ടുള്ള അമ്മയും കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇതിന് 15 ദിർഹം, 14.95 ഫീൽസ്. ഈ കാണുന്നത് മൊത്തം ബെഡ്റൂമാണ് കേട്ടോ. ഈ ബെഡ്റൂമിൻ്റെ അകത്തുനിന്ന് ഡ്രസ്സിങ് റൂമിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. ഇത് മൊത്തം നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ട വിധത്തിലുള്ള ഐറ്റംസാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഡോറടക്കം നമ്മൾക്ക് കിട്ടും. അത് സൈഡ് ഡോർ അടക്കം നമ്മൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഇവിടുന്ന്. സെറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ റൂമിലും ഇതുപോലെ കൊണ്ടുവെക്കാൻ വേണ്ടി. ഈ കാണുന്നതൊക്കെ ടോയ്സാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ ടോയ്സ് കുഞ്ഞുങ്ങൾക്കും വെക്കാം, പിന്നെ വീട്ടിലും നമ്മൾക്ക് അലങ്കാരമായിട്ട് വെക്കാൻ പറ്റുന്ന ടോയ്സുകളാണ് കേട്ടോ. നമുക്ക് വാഷബിളായിട്ടുള്ള ടോയ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ കാണുന്നത്. അതുപോലത്തെ ടോയ്സ് ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. വാഷബിളായിട്ടുള്ള ടോയ്സേ നമ്മൾക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കിഡ്സ് റൂം ഐറ്റംസാണ് കേട്ടോ. കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇത് മൊത്തം നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ 7.95 ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് കേട്ടോ. 6 പീസ് ഉണ്ടാവും. പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കും 7.95 തന്നെ, ഈ ഗ്ലാസ്സിനും 7.95 തന്നെ. കൂടുതലായിട്ടും ഇപ്പം ഈ പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാമല്ലോ. ഇപ്പം ഈ തണുപ്പ് സീസൺ ആകുമ്പം ഇവിടെയൊക്കെ ടെൻറ്റ് കെട്ടിയിട്ട് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നൊരു ഇതുണ്ട്, പ്രത്യേകിച്ച് ദുബായിലൊക്കെ. ആ സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തന്നത്. ഈ ട്രോളിയിൽ കാണുന്നതൊക്കെ ചെറിയ റേറ്റിനാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതിന് 1.95, ഇതിന് 3.95, അങ്ങനെ എല്ലാ വിധത്തിൽ. അത് എനിക്കൊന്ന് ആ കയ്യിലിന് 6 ദിർഹമാണ് കേട്ടോ. 6.95 തോന്നുന്നു. 6.95. ഇതൊക്കെ നല്ല വുഡിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. തല്ലിപ്പൊളി വുഡല്ല, നല്ല വുഡിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇതൊക്കെ ചെറിയ റേറ്റിന് കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് 3 ബോക്സിന് 21 ദിർഹം. ഇത് ചെറിയ വാഴണ്ട്. വിശാലമായിട്ട് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ മുകളിൽ തന്നെ. അപ്പം ഇവിടുന്ന് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ചെറിയ റേറ്റിന് മിതമായ നിരക്കിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡും കഴിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഫുഡ് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മൾ എന്തൊക്കെ വാങ്ങി എന്നുള്ള രീതിയിൽ ബില്ലും പേ ചെയ്താൽ മതി. അങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന് കൊടുക്കുന്നത്. കണ്ടില്ലേ, ട്രോളിയിൽ നമ്മൾ ഫുഡ് എടുത്തിട്ട് വരിക, എന്നിട്ട് അവിടുന്ന് ബില്ലടിക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന് തിന്നാം. എല്ലാ വെറൈറ്റി ഫുഡും നിങ്ങൾക്ക് കിട്ടും. ചായ, കോഫി, കൊക്കക്കോള, പെപ്സി ഒക്കെ
ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഞാൻ ബ്ലറാക്കി വെച്ചതാണ് കേട്ടോ. അവരെ ഫേസും കൂടി ഇതിൽ പെട്ടിട്ട് വെറുതെ ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ബ്ലർ ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പാത്രങ്ങളും ഫ്ലവേഴ്സ് അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ ഈ താഴെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഇത് 790 കേട്ടോ. ഈ നമ്മളെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സിന് ഗ്ലാസിൻ്റെതാണ്. അപ്പം പോട്ടില്ലേ, ആ വൈറ്റ് പോട്ട് നമ്മൾ വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒക്കെ ചെടിയൊക്കെ വെക്കാൻ. ശരിക്കും ഇത് വേസ്റ്റ് ബിന്നാണ്, ഡസ്റ്റ് ബിന്നാണ്. പക്ഷെ ഞാനത് ചെടിച്ചട്ടിയായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 6 ഗ്ലാസ്സിന് 390. സ്പൂൺ ഐറ്റംസ് വെക്കുന്നതിന് 390. എൻ്റെ കൈ എന്തിനെങ്കിലും ആവശ്യമുണ്ടോ? ഇത് 12 മിനിറ്റ് ഉണ്ടാവും. അത് നമ്മൾ പുറത്ത് വാങ്ങിച്ചു വിടുന്ന പുറത്ത് ഉപയോഗിക്കുന്നു നല്ല സാധനം, ചെറിയ നല്ല സാധനം. ഇതുപോലുള്ള കട്ടിംഗ് ബോർഡിന് റേറ്റ് കൂടുതലല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. റേറ്റ് കൂടുതൽ തന്നെ. ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ പലകയില്ലേ നമ്മളിരിക്കുന്ന, എല്ലാവരുടെ സ്ഥലത്തും അങ്ങനെയാണോ പറയുന്നത് അറിയില്ല, നമ്മളെ നാട്ടിൽ പലക എന്നാ പറയില്ല കേട്ടോ ഇരിക്കുന്നതിന്. കുടിക്കുന്നു. എത്ര 135 സംഭവം? ഐ ഡോണ്ട് നോ. ദേ 3 ദിർഹം.
സംഭവം എന്നറിയാം? ഇതിങ്ങനെ എടുക്കാൻ, ഒന്നെങ്കിൽ ഇതെടുക്കാൻ, എന്നിട്ട് മൂടി വെക്കാൻ. അപ്പൊ ഇതിന്റെ റേറ്റ് വേറെ, ഇതിന്റെ റേറ്റ് വേറെ. നല്ല രസമുണ്ടാണ് ഇങ്ങനെ മൂടുമ്പോൾ. ഇതിന്റെ റേറ്റ് 29, 9, ഇത് 29. സംഭവം 19 രൂപ. നാല് പീസിനാണ് 69. ആരോ എടുത്തിട്ട് പോയി. നമ്മളെ പ്ലേറ്റ് ഇതാ 49, 4 49. ഇത് 59 ഉറുപ്പ്യക്ക് നമ്മൾ വാങ്ങിയാണ്. ഇതാ പ്ലേസ് മാറ്റാ. ஒரே சேர்த்தான அப்போ அதுவே எடுத்துடலாமா? அது நானும் கூட ஊற்றிக்கலாம். இது நிறைய இடம் அப்போ ஒரே விலை தானே? ಏನದು ಆಚೆದ್ದಲೇ ಇದೆ. ಇಲ್ಲ ನೀ ಆನ ಕೂಡ ವಚ್ಚು. അയ്യേ ഒന്നുമില്ല. ചീമ്പാളി വാട്ട് ഈസ് ദിസ് കാൽദിച്ച? ഓ ഇതാ സംഭവം. തക്കാളി പൊട്ടിയാ? നമ്മളെ നാട്ടിലെ കൂട്ടൻ. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെറുകിട കർഷകരൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? അവർക്കൊക്കെ എത്ര തുച്ഛമായ കാശാണ് കിട്ടുന്നതൊക്കെ. ഇതൊക്കെ വിൽക്കുമ്പോൾ അവരൊക്കെ ഇവിടത്തൊക്കെ എത്തിക്കുന്നതൊക്കെ അവർ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇത് ആഫ്രിക്കൻസും ഇങ്ങനത്തെ ഉണ്ടാക്കൂട്ടാ. ശരിക്കും അവരൊക്കെ ചെറിയ മിതമായ നിരക്കിൽ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ നല്ല റേറ്റിനാണ് കേട്ടോ ഇതൊക്കെ വിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. നമ്മളെ നാട്ടിലുള്ളവരൊക്കെ ചെറുകിട കർഷകരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി നോക്കി. ഇതിനൊക്കെ 49 ദിർഹമാണ് കേട്ടോ. ചിലപ്പോൾ എനിക്കൊന്ന് നാട്ടിലൊക്കെ 200 രൂപ 100 രൂപക്ക് വരെ അത് കിട്ടും.
ഇവിടെ കാണുന്ന മിക്ക ഫ്ലവേഴ്സും എൻ്റെ ഞാൻ പുതിയ വീട് എടുക്കുന്ന നമ്മൾ പുതിയ വീട് എടുക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. അപ്പം ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇത്ര റേറ്റ് ആണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റേറ്റൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. വാങ്ങുന്നവർക്ക് വന്നിട്ട് വാങ്ങാമല്ലോ. ഒരു പീസിന് 395 അല്ല അല്ലേ? 395 ഇതിന് 395 ക്ലിയർ ഗ്ലാസ്. ഇതെല്ലാം കൂടിക്കഴിഞ്ഞാൽ വളരെ അല്ലേ? ന്യൂ ഐറ്റമാണ് ഇത്. സംഭവമില്ല, ഇത് വാങ്ങുന്നുണ്ട്. ഇതിന് 50 രൂപ, 90 രൂപ. ഇതിന് എത്ര? നമ്മളെ ആ കിച്ചണിനുള്ളിലില്ലേ, അതിങ്ങനെ താഴേക്കാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രസമുണ്ടാവും വിചാരിക്കുന്നു. പക്ഷെ അത് കാണുന്നില്ല, കാണുന്നില്ല. അനേകാണ് രസമില്ലേ കാണാൻ? രസമില്ലേ? രസമുണ്ടാ? 2 കളറിന് കൊടുക്കണം. അതൊക്കെ ഇതൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഐക്യ ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയ ഐറ്റംസൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പം തന്നെ കുറേ ലെങ്ത്ത് കൂടി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. മതി.